ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വിഭാഗത്തിന് നേരെ വീണ്ടും ആക്രമണം. ദുർഗ് ജയിലിന് സമീപമുള്ള ആരാധനാലയത്തിൽ പ്രാർത്ഥനയ്ക്കിടെയായിരുന്നു ആക്രമണം. പാസ്റ്റർ ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിച്ചു. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ആരോപണം. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ ബൽറാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബൽറാം. ഉന്മേഷ്, ഛത്തീസ്ഗഡിലെ ദുർഗിൽ കഴിഞ്ഞ 30 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ആരാധനാലയത്തിന് നേരെയാണ് ഇന്ന് രാവിലെ ആക്രമണമുണ്ടായത്. ഈ ആരാധനാലയത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിച്ച ഘട്ടത്തിലാണ് ഒരു സംഘം അക്രമികൾ, ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അക്രമികൾ അവിടെ എത്തുകയും മതപരിവർത്തനമടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തത്. തുടർന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിയവരെ ആക്രമിക്കാൻ തുനിഞ്ഞു. തുടർന്ന് പോലീസിനെ സഹായത്തിനായി വിളിക്കുകയും പോലീസ് ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ അക്രമികൾ ആക്രമണം നടത്തിയത്. ഇരുമ്പ് ദണ്ടുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. പാസ്റ്റർ കൈ ഈ ആക്രമണത്തിൽ ഒടിഞ്ഞിട്ടുണ്ട്. ഈ ജോനാഥൻ എന്ന പാസ്റ്ററിനെയാണ് ഈ ആക്രമണത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയതായാണ് ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നിരവധി ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ഈ കന്യാസ്ത്രീകളെ ഉൾപ്പെടെ കേസെടുക്കുന്നതുമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷവും സമാനമായ ആക്രമണങ്ങൾ സംസ്ഥാനത്ത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ തോതിൽ ആശങ്കയുണർത്തുന്നു എന്നാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതികരണം ഉയർന്നിരിക്കുന്നത്. ഈ സംഭവത്തിൽ എന്തായാലും ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതേസമയം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഈ ഒരു ആരാധനാലയത്തിന് നേരെയും കൂടാതെ പാസ്റ്ററിന് ആക്രമണത്തിൽ കൈ ഒടിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് നിരവധി പ്രാർത്ഥിക്കാനെത്തിയ മറ്റു ചിലർക്ക് കൂടി ഈ ആക്രമണത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ആക്രമണത്തിൽ ജോനാഥൻ എന്ന പാസ്റ്ററുടെ കൈ ഒടിഞ്ഞു എന്നുകൂടിയുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബൽറാമാണ് അത് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.